നമ്മൾ ഈ സമൂസ ഉണ്ടല്ലോ ഈ ഷീറ്റ് അല്ലാതെ മൈദ പരത്തിയിട്ടുള്ള ഷീറ്റിൽ ഉണ്ടാക്കുമല്ലോ. മൈദ പരത്തിയിട്ട് അതിൽ മസാല ഫിൽ ചെയ്തിട്ട് പൊരിക്കുമല്ലോ. കുറെ പേർക്ക് അതാണ് ഇഷ്ടം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഈ ഒരു ഷീറ്റിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. അതല്ലേ ഭയങ്കര ക്രിസ്പി ആയിട്ടുണ്ടാവുക. പക്ഷെ ഷായിന് മറ്റതാണ് കേട്ടോ ഇഷ്ടം. നിങ്ങൾക്ക് ഏതാ കൂടുതൽ ഇഷ്ടം താഴെ കമന്റ് ചെയ്യണേ. ചെറുതായിട്ടായാൽ മതിയെന്നല്ലേ. അങ്ങനെ ഇതാ നമ്മുടെ സമൂസ പരിപാടി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഉമ്മച്ചി ഇതാ കുക്കറിൽ കുറുമയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ചിക്കൻ കുറുമയാണ് കേട്ടോ. പിന്നെ ജ്യൂസിന്റെ സെക്ഷൻ പപ്പൻ്റെതാണ് കേട്ടോ. പപ്പയാണ് ജ്യൂസിന്റെ ഡീലിംഗ്സ് എല്ലാം ഇവിടെ ചെയ്യുന്നത്. അതിന്റെ ഏരിയ ജ്യൂസ്, ചായ ഇങ്ങനത്തെ എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളത്. പാത്രങ്ങളുടെയും ഗ്ലാസിന്റെയും ഡിസ്ട്രിബ്യൂഷൻ ഐമിന്റെ ജോബാണ് കേട്ടോ. ഇങ്ങനെ ഒരു മൊത്തത്തിൽ ഡിവിഷൻ ഓഫ് ലേബർ നമുക്ക് ഇവിടെ ഉണ്ട്. അതിന്റെ ഇടയിൽ പോയി എന്തോ നടുന്നുണ്ട്. ഇതെന്താ കർമൂസ, അതായത് നമ്മുടെ പപ്പായ ഉണ്ടല്ലോ, അതാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഇനി ഇവിടെ ഒരു കോമഡി ഉണ്ട്. ഞാനാണ് ഈ കലാപരിപാടി ചെയ്യുന്നത്. കിട്ടീനല്ലോ ശരിക്ക്. അത് പുറത്തത്തെ ആയിട്ട് ഇത് ഇവിടെ അല്ലേ കിട്ടും. അങ്ങനെ താ നമ്മളുടെ കിച്ചണിൽ അംഗം വെട്ടലെല്ലാം കഴിഞ്ഞ് നമ്മൾ സാധനങ്ങളെല്ലാം ഇവിടെ ടേബിളിൽ നിരത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് നോമ്പ് തുറക്കുന്നത്. ഡേറ്റ്സ്, സമൂസ, ദോശ, മുസംബി ജ്യൂസ്, ചിക്കൻ കുറുമ, കട്ടൻ ചായ, ഇതൊക്കെയാണ് നമുക്ക് ഇന്നുള്ളത് കേട്ടോ. വളരെ ലളിതമായ ഒരു എന്താ പറയാ കുഞ്ഞി നോമ്പ് തുറക്കലാണ്. വത്തക്കയുണ്ട്, അതായത് വാട്ടർ മെലൺ, ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ മുന്തിരി ഉണ്ട്. കറുത്ത മുന്തിരിയും പച്ച മുന്തിരിയും. എനിക്ക് കുരുല്ലാത്ത മുന്തിരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉമ്മച്ചി ആദ്യം തന്നെ വെള്ളവും ജ്യൂസും ഒക്കെ കുടിച്ച് വയറ് നിറയ്ക്കുന്നുണ്ട്. ഇവിടെ മെയിൻ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുന്ന ആൾ ഉമ്മച്ചി തന്നെയാണ്. നോമ്പും അതിന്റെ കൂടി വേനൽ ചൂടും എല്ലാം കൂടെ ആവുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പൊ ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കില്ല. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. പിന്നെ എന്തെങ്കിലും അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാഴ്സൽ വാങ്ങും.